ഇതെവിടെയെന്നുള്ള ചോദ്യമുണ്ട്. 2 ഫോൺ നമ്പറുകൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കൃത്യമായി ന്യൂസ് 8ന്റെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. നിങ്ങളുടെ ചുറ്റും ഒരുപക്ഷെ ഇത് കാണുന്നത് പല സ്ഥലത്തു നിന്നുള്ള പ്രേക്ഷകരായിരിക്കും. എവിടെയെങ്കിലും തസ്മിദിനെ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ, തസ്മിദിനെ പോലെ തോന്നുന്ന പരിചയമുള്ള മുഖസാമ്യം പോലുള്ള കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾ കൃത്യമായി അത് അധികൃതരെ അറിയിക്കണം. അതിനുള്ള നമ്പറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം 23 മണിക്കൂറായി ഒരു പെൺകുട്ടിയെ നമ്മുടെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് കാണാതായിട്ട്. നമ്മുടെ നാട്ടിലേക്ക് അതിഥിയായി എത്തിയ പെൺകുട്ടിയാണ്. നമ്മുടെ നാട് സുരക്ഷിതത്വം നൽകുമെന്ന് കരുതി എത്തിയ കുടുംബമാണ്. അവരെ സംരക്ഷിക്കേണ്ടത്, ആ കുഞ്ഞിനെ തിരിച്ച് സുരക്ഷിതയായ അവരുടെ മാതാപിതാക്കളുടെ കൈകളിൽ എത്തിച്ചേർക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്, കടമയാണ്. ആ കടമ തന്നെയാണ് കൃത്യമായി ഞങ്ങൾ മാധ്യമങ്ങൾ നിർവഹിക്കുന്നത്. ആ നമ്പർ നോട്ട് ചെയ്യുക. ആ 2 നമ്പറുകളുണ്ട് സ്ക്രീനിൽ. ആ നമ്പറുകൾ നോട്ട് ചെയ്യുക. എവിടെയെങ്കിലും തസ്മിദിനെ കാണുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സൂചനകൾ ഇതിനു മുൻപ് നിങ്ങൾ യാത്ര ചെയ്ത സമയത്ത് എവിടെയെങ്കിലും കന്യാകുമാരിയിൽ വെച്ച് ഈ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായ വിവരം പോലീസിനെ, അധികൃതരെ, മാധ്യമങ്ങളെ അറിയിക്കുക. അത് വലിയ സഹായകമാകും അന്വേഷണ സംഘത്തിന്. എം ജി മിഥുൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആയിരിക്കുന്നു. 23 മണിക്കൂർ പിന്നിടുകയാണ് തസ്മിദിനെ കാണാതായിട്ട്. നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, ആ കുഞ്ഞിവിടെ. അന്വേഷണം വളരെ കൃത്യമായി നടക്കുന്നുണ്ട്, ഊർജിതമായി നടക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ട സാഹചര്യമാണ് നിലവിൽ. അത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട് പോലീസും റെയിൽവേയും ഒപ്പം തമിഴ്നാട് പോലീസും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ മന്ത്രിമാരടക്കം കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നു. ഇപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിൽ അറിയാൻ സാധിച്ചത്? എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ ഈ കേസിൽ മിഥുൻ? വ്യാപകമായ ഊർജിതമായ തെരച്ചിൽ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരള പോലീസിന്റെയും ഒപ്പം തന്നെ തമിഴ്നാട് പോലീസിന്റെയും RPFന്റെയും നേതൃത്വത്തിലാണ് ഇപ്പോൾ സംയുക്തമായ പരിശോധന നടത്തുന്നത്. ഈ കോച്ചുകൾ, റെയിൽവേ കോച്ചുകൾ കേന്ദ്രീകരിച്ച്, ട്രെയിൻ കോച്ചുകൾ കേന്ദ്രീകരിച്ചാണ് RPF ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശോധന നടത്തുന്നത്. കാരണം ഈ ഒരു കമ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും കമ്പാർട്ട്മെന്റുകൾ കുട്ടി ഉണ്ടോ എന്നടക്കമുള്ള ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള പരിശോധന നടത്തുന്നത്. ഒപ്പം തന്നെ ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് കൂടി നേരത്തെ അന്വേഷണ പോയിരുന്നു. കാരണം ഈ കുട്ടിയുടെ സഹോദരൻ 19 വയസ്സുള്ള വാഹിദ് നേരത്തെ സമാനമായ രീതിയിൽ വീട്ടുകാരോട് പിണങ്ങി അവിടെ നിന്ന് പുറപ്പെട്ട് ചെന്നൈയിലേക്ക് പോവുകയായിരുന്നു. ചെന്നൈയിൽ ഇപ്പോൾ ഒരു ഹോട്ടൽ തൊഴിൽ നോക്കിയാണ് വാഹിദ. ആ വാഹിദുമായി ഏതെങ്കിലും തരത്തിൽ കുട്ടി ബന്ധപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെ അവിടേക്ക് ഏതെങ്കിലും തരത്തിൽ കുട്ടി പോകാനുള്ള സാധ്യതയുണ്ടോ, വാഹിദുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ്. കുട്ടി ഏതെങ്കിലും തരത്തിൽ ഫോണിൽ വിളിച്ച് വാഹിദുമായി സംസാരിച്ചിട്ടുണ്ടോ, അങ്ങോട്ട് വരുമെന്നോ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ, അതിന്റെ ഒരു സാധ്യത തേടുന്നതിന് വേണ്ടിയുള്ള പരിശോധനയാണ് പോലീസ് സംഘം നടത്തുകയും ചെയ്തത്. വാഹിദുമായി പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിക്കുകയും ചെയ്തു. പക്ഷേ അത്തരത്തിൽ എന്ത് വിവരമാണ് വാഹിദ് നൽകിയെന്നടക്കമുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വിശദീകരണം ഇതുവരെയും പോലീസ് നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ കന്യാകുമാരിയിൽ തന്നെ കുട്ടി ഉണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞതുപോലെ തന്നെ കുട്ടി ഈ ബീച്ചിന്റെ ഭാഗത്തേക്ക് നടന്നു പോകുന്നത് തങ്ങൾ കണ്ടതാണ് എന്നടക്കമുള്ള ഒരു മൊഴി ഈ ഓട്ടോ ഡ്രൈവർമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഓട്ടോ ഡ്രൈവർമാരുടെ കൂട്ടത്തിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ തെരച്ചിൽ നടത്തുന്നത്. നിലവിൽ നമുക്കറിയാം, ഈ പറയുന്ന ബീച്ച് ഭാഗം വലിയ വിനോദസഞ്ചാര മേഖലയാണ്. നിരവധി ആളുകൾ അവിടെ വന്നു പോകുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ ആളുകളിൽ നിന്ന് കൃത്യമായി ഫോട്ടോകൾ കാണിച്ചുകൊണ്ട് ഈ കുട്ടിയെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. സമീപത്തുള്ള സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച്, കടകൾ കേന്ദ്രീകരിച്ച്, CCTV ഉള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ച് അവിടെയെല്ലാം തന്നെ കൃത്യമായി ആ വിഷ്വൽസ് നോക്കി ആ ക്യാമറയിൽ ഏതെങ്കിലും തരത്തിൽ കുട്ടിയെ കാണാനാകുന്നുണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. മറ്റൊന്ന്, തിരികെ ഈ പറയുന്ന ഓട്ടോ ഡ്രൈവർമാർ ഈ ബീച്ചിലേക്ക് പോകുന്ന അടക്കമുള്ള വഴിയിലേക്ക് കുട്ടി പോകുന്നത് കണ്ടു എന്ന് പറയുന്നു. പക്ഷെ തിരികെ ഇവർ മറ്റേതെങ്കിലും ഓട്ടത്തിനായി പോകുന്ന സമയത്ത് തിരികെ കുട്ടി ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരികെ എത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇപ്പോൾ നടത്തുകയും ചെയ്യുന്നത്. അതിൽ കുട്ടി തിരികെ മടങ്ങി എനിക്ക് തോന്നുന്നു ഏറെ നിർണായകം അത് തന്നെയാണ്. കാരണം നിലവിൽ നമ്മൾ ഇപ്പോഴും അന്വേഷണ സംഘം അടക്കം നിൽക്കുന്നത് കന്യാകുമാരിയിൽ തന്നെയാണ്. അതായത് കുഞ്ഞ് കന്യാകുമാരിയിൽ, ഈ പെൺകുട്ടി കന്യാകുമാരിയിൽ തന്നെ ഉണ്ട് എന്നുള്ള സ്ഥിരീകരണത്തിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അപ്പോൾ പോലും കൃത്യമായ ചെന്നൈയിലേക്കുള്ള അന്വേഷണം വ്യാപിപ്പിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം കന്യാകുമാരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനിൽ പരിശോധന നടത്തുന്നു, ട്രെയിനുകളിൽ വ്യാപകമായി പരിശോധന നടത്തുന്നു. പക്ഷെ അപ്പോഴും ഈ പെൺകുട്ടി തസ്മിത ഉള്ളത് കന്യാകുമാരിയിൽ തന്നെയാണ് എന്ന
ഒരു ഓട്ടോ ഡ്രൈവർമാരടക്കം കുട്ടിയെ രാവിലെ കണ്ടു എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഉണ്ടാകും. അവിടുന്ന് അവൾ പുറത്തോട്ട് പോകാനുള്ള ഒരു സമയമായിട്ടില്ല, അതുകൊണ്ട് അവിടെ തന്നെ ഉണ്ടാകും, സുരക്ഷിതയായി ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്ത് ആണ് ഇപ്പോൾ മൊഴികളുടെ പുറത്ത് ആണ് കൃത്യമായി അന്വേഷണം നടത്തുന്നത്. അപ്പോഴും ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മാത്രമേ ഒരു പക്ഷേ കുട്ടി എവിടേക്ക് പോയി, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയോ അല്ലെങ്കിൽ തിരിച്ചവൾ മറ്റ് ട്രെയിനിൽ കയറിപ്പോയോ എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ വളരെ നിർണായകമാണ്. ആ പരിശോധന നടക്കുന്നു എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും സൂചന അതിൽ നിന്ന് ലഭിച്ചതായി നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ടോ മിഥുൻ ഈ സമയം? ഭവ്യ, ഇപ്പോൾ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. കാരണം വലിയ സ്റ്റേഷനാണ്, നിരവധി ആളുകൾ എത്തുന്ന സ്റ്റേഷൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിരവധി ക്യാമറകളുണ്ട് ആ ഭാഗത്ത്. ആ ക്യാമറകളെല്ലാം ഒന്നൊന്നായി ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ്. 5 കൂടി കുട്ടി പുറത്തേക്ക് ഇറങ്ങി എന്നാണ്, ആ ബീച്ച് റോഡിലേക്ക് ഇറങ്ങി വരുന്നതായി കണ്ടു എന്നാണ് ഓട്ടോ ഡ്രൈവർമാർ നൽകിയിട്ടുള്ള മൊഴി. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഒപ്പം നേരത്തെ ഭവ്യ സൂചിപ്പിച്ച പോലെ തന്നെ ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിൻ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ കന്യാകുമാരിയിൽ നിന്ന് തിരികെ തിരുവനന്തപുരത്തിലേക്ക് വരുന്ന ട്രെയിൻ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ കൂടി ഇപ്പോൾ നടത്തുകയാണ്. RPF ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി ദൃശ്യങ്ങൾ, ഈ ഫോട്ടോ അടക്കം അയച്ചു നൽകിയിട്ടുണ്ട്. അതിലൂടെ കൃത്യമായി ഏതെങ്കിലും കോച്ചുകൾ തിരികെ കുട്ടി ആ ട്രെയിനിലുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഒന്നുകൂടി സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് ആ ഒരു ശ്രമം കൂടി നടത്തുന്നത്. അത്തരത്തിൽ ഊർജിതമായ വ്യാപകമായ തെരച്ചിൽ തന്നെയാണ് കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഈ 23 മണിക്കൂറിലും പോലീസ് സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കേരള പോലീസിന്റെയും ഒപ്പം തന്നെ തമിഴ്നാട് പോലീസിന്റെയും RPFന്റെയും സംയുക്തമായ രീതിയിലുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോട് കൂടിയാണ് ഈ കുട്ടിയെ കാണാതാകുന്നത്. കുട്ടി അവിടെ നിന്ന് പിണങ്ങി പുറപ്പെടുന്നത്. ആകെ 50 രൂപ മാത്രമായിരുന്നു കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് അവിടെ 50 രൂപ അടങ്ങിയ ഒരു പേഴ്സ് വീട്ടിൽ നിന്ന് നഷ്ടമായിട്ടുണ്ട് എന്ന് മാതാപിതാക്കൾ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഒപ്പം തന്നെ ബബിത, ഈ ഒരു വിഷയത്തിൽ നിർണായകമായിട്ടുള്ള വിവരം നൽകിയ ബബിത പറയുന്ന പോലെ തന്നെ കുട്ടി ചില നോട്ടുകൾ, 20ന്റെ നോട്ട് കയ്യിൽ ചുരുട്ടിപ്പിടിച്ചത് കണ്ടു എന്നാണ് ബബിത മൊഴി നൽകുകയും ചെയ്തത്. അതുതന്നെയാണ് ഈ ഒരു കുട്ടിയെ തേടുന്നതിൽ വലിയ നിർണായകമായിട്ടുള്ള വിവരം നൽകിയത് ബബിത തന്നെയാണ്. ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. 4 മണിയോടുകൂടിയാണ് ഈ വിവരം പോലീസിന് ബബിത കൈമാറുന്നത്, പുലർച്ചെ 4 മണിയോടുകൂടി. അതിനുശേഷം 4:15 കൃത്യമായി തന്നെ കന്യാകുമാരി പോലീസിനെ കേരള പോലീസ് വിവരം അറിയിക്കുന്നു. ഇതേ ട്രെയിനിൽ ഇന്ന ഫോട്ടോയിൽ കാണുന്ന കുട്ടി അവിടേക്ക് വന്നിട്ടുണ്ട്, അത് കൃത്യമായി പരിശോധിക്കണമെന്നുള്ള നിർദ്ദേശം കേരള പോലീസ് തമിഴ്നാട് പോലീസിന് കൈമാറുകയും ചെയ്യുന്നു. അത്തരത്തിൽ ഊർജിതമായിട്ടുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. 7 മണിയോടുകൂടി ഏറ്റവും പ്രധാനമായി വ്യാപകമായ തിരച്ചിൽ കന്യാകുമാരിയിൽ നടത്തുമ്പോൾ പോലും ചെന്നൈയിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നു പോലീസ് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ഈ കുട്ടിയുടെ സഹോദരൻ ചെന്നൈയിലാണ്. പക്ഷെ അപ്പോഴും പറയുന്നുണ്ട് ഈ സഹോദരൻ കുറെ നാളുകളായിട്ട് ചെന്നൈയിൽ അവിടെ ജോലി ചെയ്ത് താമസിക്കുന്ന ആളാണ്, മാതാപിതാക്കളുമായി വലിയ ബന്ധമില്ല കുറെ നാളുകളായിട്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിക്കും സഹോദരനുമായി എത്രമാത്രം അടുപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അതുകൊണ്ട് തന്നെ ചെന്നൈയിലേക്ക് അല്ലെങ്കിൽ സഹോദരന്റെ അടുത്തേക്ക് പോവുക എന്നൊരു ലക്ഷ്യം തസ്മിദിന് ഉണ്ടാകുമെന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ടോ? അതുമാത്രമല്ല, ഇപ്പോൾ അറിയാൻ സാധിച്ചത് ഈ മാതാപിതാക്കളിൽ നിന്ന് തസ്മിദിന്റെ സഹോദരന്റെ നമ്പർ വാങ്ങി പോലീസ് സഹോദരനെയും ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ്. നമ്മൾ ഓർക്കണം, 40 രൂപ മാത്രമാണ് തസ്മിദിന്റെ കയ്യിലുള്ളത്. 13 വയസ്സുകാരിയാണ് അവൾ. അതിന് മാത്രം ചിന്തിച്ച് ചെന്നൈയിലേക്കുള്ളൊരു യാത്രയ്ക്ക് ഒരുങ്ങും എന്ന് കരുതാൻ സാധിക്കുമോ? പോലീസ് ആ തരത്തിലും അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? ഭവ്യ, തീർച്ചയായും. അതായത് ഭവ്യ സൂചിപ്പിച്ച പോലെ തന്നെ കൃത്യമായ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് തേടുന്നുണ്ട്. പക്ഷെ ഒരു സാധ്യത മാത്രമാണ് ഇത്തരത്തിൽ സഹോദരൻ വാഹിദുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു സാധ്യത മാത്രമാണുള്ളത്. അത് തള്ളിക്കളയാതിരിക്കുന്നതിന് വേണ്ടി, അതൊരു രീതിയിൽ ഏതെങ്കിലും തരത്തിൽ കുട്ടി ബന്ധപ്പെട്ടിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഈ വാഹിദുമായി അല്പസമയത്തിന് മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളാണ് വാഹിദ് നൽകിയിട്ടുള്ളത്? പക്ഷേ കുട്ടി അവിടേക്ക് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട് അതായത് വാഹിദിനുമായി അടക്കമുള്ള കാര്യത്തേക്ക് ഒരു വ്യക്തത ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. അല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ നേരത്തെ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ വാഹിദുമായി കുടുംബത്തിനോ അല്ലെങ്കിൽ ഈ പറയുന്ന തസ്മിദിനോ ഒന്നും തന്നെ ഒരു കോണ്ടാക്റ്റും ഇല്ല എന്നാണ് കുടുംബം പറയുന്നത്. പക്ഷേ ഈ ജോലിക്ക് പോകുന്ന സമയങ്ങളിലൊക്കെ തന്നെ മൊബൈൽ ഫോൺ കൈ നൽകിയിട്ടാണ് പോകുന്നത്. കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മറ്റ് ദൃശ്യങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടി, കാർട്ടൂൺ അടക്കമുള്ള പരിപാടികൾ കാണുന്നതിന് വേണ്ടി ഇത് നൽകിയിട്ടാണ്
വീട്ടിലാണ് മാതാപിതാക്കൾ ജോലിക്ക് പോകുന്നത്. ആ സമയത്തൊക്കെ തന്നെ ഇത്തരത്തിൽ നമ്പർ വലവും എടുത്ത് വാഹിദുമായി സംസാരിക്കാറുണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് വാഹിദുമായി പോലീസ് സംസാരിച്ചത്. വാഹിദ് ഇപ്പോൾ നിലവിൽ ചെന്നൈ